രാവിലെ അടുക്കളയിൽ പെൺപടകൾ പാചകത്തിലാണ്. തൈക്കളവന്മാർ പറമ്പിൽ തൈ വെക്കാനെന്ന വ്യാജന വായി നോക്കാൻ പോയി. ലച്ചു നാളികേരം ചെരുങ്ങുമ്പോൾ അത് വാരിത്തിന്ന് ഡെന്നിയും മിഴിയും അടുത്ത് തന്നെയുണ്ട്. ലച്ചു ഇടയ്ക്കിടയ്ക്ക് അവിടെ കയ്യിൽ കൊട്ടുന്നുണ്ട്. അപ്പോഴാണ് തുള്ളിച്ചാടി ഗൗരി അവിടേക്ക് വന്നത്. ലച്ചുവിനെ കണ്ടതും അവൾ വേഗം അവിടെ വന്നിരുന്ന് കൈയിട്ട് വാരാൻ തുടങ്ങി. ബെസ്റ്റ്, ഇവിടെയുള്ള രണ്ടെണ്ണത്തിന് എങ്ങനെ ഓടിക്കാൻ പാടുവിടുമ്പോ അടുത്തുകൂടി വന്നു. എണീറ്റ് പോയില്ല അതും, അവൾ കപടഗൗരവത്തിൽ പറഞ്ഞു. ഓ, ഈ കോരി വന്ന കാരനാണ്. ഞാനും പപ്പയും മര്യാദിച്ചിരുന്നായിരുന്നു. മിഴി ഗൗരിയെ നോക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ പിന്നെ ഒരു മര്യാദക്കാരി, കട്ടുന്നല് തന്നെയല്ലേ, അതിന് ഇത്രക്ക് മര്യാദ മതി. ഗൗരി അവളെ പുച്ഛിച്ചു. മിഴി ദേഷ്യത്തിൽ മുഖം കൂർപ്പിച്ചിരുന്നു. മര്യാദക്കാരി ഇവിടെ ഇരുന്നോ, ഞാനും നന്ദേട്ടും പുറത്തേക്ക് ചുറ്റാൻ പോവാ. വരുന്നില്ലല്ലോ, ഞങ്ങൾ ഐസ്ക്രീം കഴിക്കും, ബിരിയാണി കഴിക്കും, ബീച്ചിൽ പോവും. പിന്നെ ഗൗരി എണ്ണി പറഞ്ഞു. ഈ കോരിയുടെ ഒരു കാര്യം ഞാൻ തമാശ പറഞ്ഞല്ലേ, വാ നമുക്ക് പോവാ. മിഴി ചാടി എഴുന്നേറ്റോട് പറഞ്ഞു. നിനക്ക് രാഷ്ട്രീയത്തിൽ നല്ലൊരു ഭാവിയാണെന്നുണ്ട് കുഞ്ഞാ, ഡെന്നി താടി കൈയും കൊടുത്ത് പറഞ്ഞു. നിങ്ങളുമായോ, നമുക്കിന്ന് ഫുൾ അടിച്ചു പൊളിക്കാം, ഗൗരി ആവേശത്തോടെ പറഞ്ഞു. ലച്ചു പ്രതീക്ഷയോടെ ഡെന്നിയെ നോക്കി. നീ വേണേ പൊക്കെ ചെയ്തു, ഞാനില്ല, എനിക്ക് നല്ല തലവേദന, യാത്ര ചെയ്താൽ ചിലപ്പോൾ കൂടും. ഡെന്നി തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു. ഇച്ചാനിയില്ലേ ഞാനുമില്ല, നിങ്ങൾ പോയിട്ട് വാ, ലച്ചു പറഞ്ഞു. എന്നോക്കെ നമുക്ക് പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം അല്ലേ മിഴിമോളെ, ഗൗരി മിഴിയെന്നൊക്കെ ചോദിച്ചു. ആ വാ പോവാ. മിഴി സന്തോഷത്തോടെ തുള്ളിച്ചാടി. രാവിലത്തെ ഭക്ഷണം കഴിച്ച് മിഴിയും ഗൗരിയും നന്ദിനും ഇറങ്ങി. കഴിച്ചു കഴിഞ്ഞതും ഡെന്നി തലവേദന എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയിരുന്നു. കുറച്ചു കഴിഞ്ഞതും ഓൾഡ് പീപ്പിൾസ് എല്ലാം നന്ദന്റെ വീട്ടിലേക്ക് പോയി. ഡോറെല്ലാം അടച്ച് ലച്ചു മുറിയിലേക്ക് നടന്നു. കട്ടിൽ കമിഴി നടക്കുന്ന ഡെന്നിയെ കണ്ട് അവളൊരു ചിരിയോടെ ഡോറടച്ച് അവനരിയിലേക്ക് നടന്നു. ഇച്ചായ, അവനെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അവൾ വിളിച്ചു. അവളുടെ കൈകളുടെ സ്പർശം അറിഞ്ഞതും അവൻ നേരെ കിടന്നു. നല്ല വേദനയുണ്ടോ, നിക്ക് ഞാൻ ബാമ്പുരട്ടി തരാം, ലച്ചു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. പക്ഷേ അതേ സ്പീഡിൽ ഡെന്നി അവളെ വലിച്ച് മേലേക്ക് ഇട്ടു. ഇച്ചായ എന്തി കാണിക്കുന്നത്, വിട്ട് ഞാൻ ബാമ്പെടുക്കട്ടെ, ലച്ചു കുതിരിക്കൊണ്ട് പറഞ്ഞു. എന്തിന്, ഡെന്നി ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചു. എന്തിനെന്നോ, തലവേദന എന്ന് പറഞ്ഞിട്ട്, ലച്ചു സംശയത്തോടെ ചോദിച്ചു. ആർക്ക്? ഡെന്നിയെ ഒന്നും അറിയാത്ത പോലെ എഴുന്നേറ്റു. ഇപ്പൊ ഇങ്ങനെ ആയോ? ലച്ചു അവനെ കൂർപ്പിച്ചു നോക്കി. നിനക്ക് എന്താ വേണ്ടേ, എനിക്കൊരു കുഴപ്പമില്ല, നീ വല്ല സ്വപ്നം കണ്ടാവും, ഡെന്നി ഒരു ചിരിയോടെ പറഞ്ഞു. കളിയാക്കല്ലേ, അവൾ അവന്റെ കയ്യിൽ കളിയായി തല്ലി. ഓ തല്ലല്ലേടി പെണ്ണെ, അവനവിടെ കൈ രണ്ടും പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. തല്ലാണ്ട് പിന്നെ എന്തിനാ നോണ പറഞ്ഞു വിടിയിരുന്നേ, അവിടെ കൂടെ പോവായിരുന്നില്ലേ, ലച്ചു പരിഭവത്തോടെ ചോദിച്ചു. അതോ എന്തിനാന്നറിയോ, ഡെന്നി അവളെ ചുറ്റിപ്പിടിച്ചൊരു പ്രത്യേക താളത്തിൽ ചോദിച്ചു. അറിയില്ലല്ലോ, അവൾ അതേ രീതിയിൽ മറുപടി കൊടുത്തു. അതുണ്ടല്ലോ, ഇന്നലെ എന്തായിരുന്നു എന്ന് മോൾക്ക് ഓർമ്മയുണ്ടോ, ഡെന്നി അവളുടെ തോളിൽ താടി കുത്തിക്കൊണ്ട് ചോദിച്ചു. ഇന്നലെ നമ്മുടെ കല്യാണം, അതിനിപ്പോ എന്താ, അവൾ തലയിരിച്ച് അവന്റെ മൂക്കിലും വെച്ചുകൊണ്ട് പറഞ്ഞു. അത് രാവിലെ, ഇന്നലെ രാത്രി എന്തായിരുന്നു, ഡെന്നി നാളത്തോടെ ചോദിച്ചു. രാത്രി എന്ത്, ലച്ചു ആലോചിച്ചു. ഫസ്റ്റ് നൈറ്റ്, ഡെന്നി അവളുടെ തോളിൽ കടിച്ചുകൊണ്ട് നാളത്തോടെ പറഞ്ഞു. അയ്യടാ മാറങ്ങോട്ട്, ഇതായിരുന്നു അപ്പൊ ഉദ്ദേശമല്ലേ, അതിനാണ് കള്ളത്തിലവനെ പറഞ്ഞവിടെ ഇരുന്ന്. കൊള്ളാലോ, കള്ള നസ്രാണി, അവൾ അവന്റെ കയ്യിൽ നിന്ന് വിട്ട് മാറിക്കൊണ്ട് പറഞ്ഞു. അതേടി ഞാൻ കള്ളനാ, എന്റെ കള്ളത്തിലെന്താണ് മോൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ, അവൻ മീശി വിരിച്ചുകൊണ്ട് പറഞ്ഞു. ദീച്ചായ വേണ്ട, അവന്റെ നോടത്തിന് മുമ്പിൽ പതിരിക്കൊണ്ട് ലച്ചു പറഞ്ഞു. വേണം, അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് ബെഡിലിട്ടു. ലച്ചു ഒന്ന് ഉയർന്നു പോയിക്കൊണ്ട് ബെഡിൽ വീണു. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ അവളുടെ മേലേക്ക് അമർന്നു. അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് ആകമാനം ഓടി നടന്നു. അവളുടെ പിടക്കുന്ന കണ്ണുകളും വിറക്കുന്ന ചുണ്ടുകളും രക്തം ഇരച്ചു കയറിയ ചുവന്ന കവിൾത്തടവും അവൻ മാറി മാറി നോക്കി. വേദു, അവനവളുടെ മൂക്കിന്റെ മുമ്പിൽ ചുംബിച്ചുകൊണ്ട് അവൻ പ്രണയപൂർവ്വം വിളിച്ചു. അവളൊന്ന് മൂളി. ഇവിടെ ഈ മുറിയിൽ വെച്ചല്ലേ ആദ്യമായിട്ട് നമ്മൾ ഒന്നായത്, അന്ന് പക്ഷേ നിന്നിലെ പെണ്ണിനെ ഞാൻ അറിഞ്ഞില്ല, പക്ഷേ ഇന്നെനിക്കറിയണം, അതിൻ്റെ എല്ലാ തലത്തിലും സ്വന്തമാക്കണം നിന്നെ എനിക്ക് പൂർണ്ണ ബോധത്തോടെ. നിന്നിലെ ഓരോ അണുവിനെയും ഒരു മറവിക്കും വിട്ടുകൊടുക്കാതെ ഈ മനസ്സിൽ പതിച്ചു വെക്കണം. ശാന്തമായ എന്നാൽ അതിതീവ്രമായ പ്രണയഭാവത്തോട് അവൻ പറഞ്ഞു. ലച്ചുവിന്റെ ശരീരം ഒന്ന് വിറച്ചു. അവളുടെ വിരലുകൾ അവനിയുടെ ആശ്രയത്തിനെന്ന വണ്ണം പിടിമുറുക്കി. ഹൃദയമിടിപ്പ് ക്രമാതീതമായി കൂടി. അവളുടെ ഹൃദയതാളത്തിനോട് ലയിച്ച് അവന്റേതും കൂടുതൽ ശക്തിയോടെ മിടിച്ചു. അവളുടെ കിതപ്പൊടുങ്ങുന്നതിന് മുമ്പ് തന്നെ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. അവൾക്ക് നോവുന്ന തരത്തിൽ അവിടെ അമർത്തി കടിച്ചു. ആ ഇച്ചായ, അവൾ വിറച്ചുകൊണ്ട് വിളിച്ചു. ആ ഒരു വിളിമതിയായിരുന്നു അവനിൽ ആണിനെ ഉണർത്താൻ. അടങ്ങാത്ത ആവേശത്തോടെ അവൻ അവളുടെ കഴുത്തിൽ ചുണ്ടുകൾ പതിപ്പിച്ചു. കഴുത്തിൽ നിന്ന് അവന്റെ ചുണ്ടുകൾ മാറിലേക്ക് തെന്നി നീങ്ങി. സാരി തലപ്പ് അവിടുന്ന് കടിച്ചു മാറ്റി അവൻ അവിടേക്ക് മുഖം ശക്തിയിൽ അമർത്തി. അവളുടെ വിരലുകൾ അവന്റെ മുടിയിഴകളെ കുരുത്തു വലിച്ചു. അവന്റെ ചുണ്ടുകളും കൈയും ഇടതടവില്ലാതെ അവളിൽ ഓടി നടന്നു.
അവളുടെ അണിവയറിൽ അവൻ പല്ലുകൾ ആഴ്ത്തി. ലച്ചു പൂർണ്ണമായും തളർന്ന് അവൻ അടിമപ്പെട്ട് കിടന്നു. ഡെന്നി അവളിലേക്ക് ഒരു അഗ്നിയായി പടർന്നു കയറി. വസ്ത്രങ്ങൾ ഓരോന്ന് അവളിൽ നിന്ന് അഴിഞ്ഞു വീഴുമ്പോൾ അവൻ അവൾക്കൊരു പുതപ്പായി മാറിയിരുന്നു. ഒടുവിൽ ഒരിക്കൽ കൂടി അവളെ എല്ലാ പൂർണ്ണതയിലും സ്വന്തമാക്കുമ്പോൾ തളർന്നുകൊണ്ട് അവൻ അവളിലേക്ക് വീണിരുന്നു. കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് ലച്ചു. അവളുടെ കൺകോണിൽ സംതൃപ്തിയോടെ ഒരു തുള്ളി കണ്ണുനീർ പെയ്യാൻ വെമ്പി നിന്നു. ഡെന്നിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവൻ അവളുടെ മാറിൽ മുഖമമർത്തി കിടന്നു. അവന്റെ കൈകൾ അവളെ വലയം ചെയ്തിരുന്നു. അവളുടെ പരന്നു കിടക്കുന്ന മുടിയിഴകൾ അവന്റെ മുഖം മറച്ച് കിടന്നു. അവളുടെ കൈകൾ വാത്സല്യത്തോടെ അവന്റെ മുടിയിഴകളെ തലോടി. വേദു, അവൻ പ്രണയപൂർവ്വം വിളിച്ചു. അവളൊന്ന് മൂളി. ഇത് എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു? അവൻ അവളുടെ മാറിലെ മറുകിൽ മൂക്കുരസിക്കൊണ്ട് ചോദിച്ചു. ഇച്ചായ, അവൾ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു. എന്നാലും എന്റെ ഒരു വിധി, ഒരു കൊച്ചുണ്ടായി അതിന് 3 വയസ്സ് കഴിഞ്ഞപ്പോഴാ എന്റെ പെണ്ണിന്റെ ഒളിപ്പിച്ചു വെച്ച നിധിയൊക്കെ കാണുന്നു. അവൻ തലയുയർത്തി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോയി മതി, മാറങ്ങോട്ട്. ഇങ്ങനെ കിടക്കുമ്പോഴേ പലതും തോന്നും. അവളവനെ മാറ്റിക്കൊണ്ട് പറഞ്ഞു. അയ്യടി, മാറാനോ? ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, വീടില്ല ഞാൻ. അവൻ അവളെ പിടിച്ച് മേലേക്ക് എടുത്തിക്കൊണ്ട് പറഞ്ഞു. അവൾ നാണം കൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. ഡെന്നി ഒരു ചിരിയോടെ അവളിലേക്ക് വീണ്ടും ആവേശത്തോടെ പടർന്നു കയറി. അടങ്ങാത്ത ആഗ്രഹത്തോടെ പലതവണ അവൻ അവൾ അറിഞ്ഞുകൊണ്ടേയിരുന്നു. ഡെന്നി ആ കിടപ്പിലെപ്പോഴും മയങ്ങിപ്പോയിരുന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അടുത്ത് ലച്ചുവിനെ കാണാതെ അവൻ ചുറ്റും നോക്കി. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും അവനൊരു ചിരിയോടെ തലയിണയിൽ മുഖമമർത്തി. ലച്ചുവിന്റെ മണമുള്ള ആ തലയിണയിലെ ഗന്ധം അവൻ ആഞ്ഞു വലിച്ചു. അവന് മത്ത് പിടിപ്പിക്കുന്ന ആ ഗന്ധം അവന്റെ നാടിഞരമ്പുകളെ തളർത്തി. ഒന്നുകൂടി തലയിണ നെഞ്ചോട് ചേർത്തവൻ കണ്ണുകൾ അടച്ച് കിടന്നു. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ തലചിരിച്ച് നോക്കി. കുളിച്ച് ഈറനായി ഒരു ചുരിദാറുമിട്ട് പുറത്തേക്കിറങ്ങുന്ന ലച്ചുവിനെ അവൻ കണ്ണിമച്ചിമ്മാതെ നോക്കി. നനഞ്ഞ മുടിയിഴകൾ അവളുടെ മുഖത്തും കഴുത്തിലും പറ്റിപ്പിടിച്ച് ചേർന്ന് കിടപ്പുണ്ടായിരുന്നു. നീണ്ട മുടിത്തുമ്പിൽ നിന്നും വെള്ളത്തുള്ളിൽ ഇറ്റി വീണുകൊണ്ടിരുന്നു. അത് കണ്ടതും ഡെന്നി ഒരു ചിരിയോടെ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് നടന്നു. ലച്ചു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് തല തുവർത്തുകയായിരുന്നു. ഡെന്നി അവളുടെ പുറകിലായി ചെന്ന് നിന്ന് ടവൽ വാങ്ങി അവളുടെ തല തുടച്ചു കൊടുക്കാൻ തുടങ്ങി. ലച്ചു ഒരു ചിരിയോടെ അവന്റെ മേലേക്ക് ചാരി. നീ എന്തിനാ തല നനച്ച പെണ്ണെ? രാവിലെ ഒന്ന് കുളിച്ചല്ലേ? എന്നിട്ട് അത് മര്യാദ തുടക്കാതെ വെള്ളം താഴാൻ വിടും, വല്ല അസുഖം വന്നാലോ? അവൻ സ്നേഹപൂർവ്വം അവളെ ശാസിച്ചു. ഏയ്, ചുമ്മാ നനക്കാൻ തോന്നി, ലച്ചു കുറുമ്പോടെ പറഞ്ഞു. ശരിക്കും അപ്പൊ എന്തേലും വിളിക്കാഞ്ഞ്? ഒരുമിച്ച് നനയായിരുന്നില്ലേ? അവൻ അവിടെ നനഞ്ഞ മുടിയിഴകളിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് ചോദിച്ചു. അയ്യടാ, അങ്ങനെ വിളിച്ചെങ്കിൽ കുളി നടക്കില്ലായിരുന്നല്ലോ. അവളവനെ നോക്കി ചിരിയോടെ പറഞ്ഞു. നിനക്ക് നിന്റെ ഇച്ഛാന് വിശ്വാസമില്ലേ പെണ്ണെ? ഞാൻ അങ്ങനെ ചെയ്യും. അവനവളുടെ കഴുത്തിൽ മൂക്കുരസിക്കൊണ്ട് ചോദിച്ചു. ഈ ഒരു കാര്യത്തിൽ എനിക്ക് എന്റെ ഇച്ഛാന് തീരെ വിശ്വാസമില്ല, വെരി സോറി. ലച്ചു അവന്റെ മുഖം പിടിച്ച് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ഓടി, അല്ലെങ്കിലും നിനക്ക് എന്നോട് ഒരു ഇഷ്ടമല്ല. എന്റെ കുഞ്ഞൻ വരട്ടെ, അവൾക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ഡെന്നി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ആ, നല്ല ബെസ്റ്റ് മോള. ഇനി വരുമ്പോ എന്തൊക്കെയാണാവോ ആ വായിൽ നിന്ന് വീഴുന്നത്. ഇവളിതൊക്കെ എവിടുന്ന് പഠിക്കുന്നു വിച്ചായ? അതെങ്ങനെ, പപ്പയുടെ അല്ലേ മോള്? ഇതല്ല, ഇതിനപ്പുറം പറയും. ലച്ചു അവന്റെ പിടിയിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് പറഞ്ഞു. അതേടി, എന്നെ മോള. നിനക്ക് ആ കാര്യത്തിലുള്ള സംശയമുണ്ടോ? ഡെന്നി അവളുടെ കയ്യിൽ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചെടുത്തിക്കൊണ്ട് ചോദിച്ചു. അയ്യോ ഇല്ലായി, നിങ്ങൾ പപ്പയെ മോളെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. നമ്മൾ വിട്ടേക്ക് മാഷി, ജീവിച്ചു പൊക്കോട്ടെ. ലച്ചു കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. തീരെ കുശുമ്പില്ല എന്റെ കുശുമ്പി പാറുവിന്. അവൻ അവളുടെ മൂക്കിൻ തൊപ്പിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എനിക്കെന്തിനാ കുശുമ്പ്? സന്തോഷമേ ഉള്ളൂ. അവൾ അവനെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് പറഞ്ഞു. ആണോ? ശരിക്കും? എന്നാലേ ഇച്ചായന്റെ വേദൂട്ടിക്ക് സൈഡ് നിൽക്കാൻ ദേ ഇവിടെ ഒരാളെ തരട്ടെ. അവനവിടെ വയറിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു. ലച്ചു നാണത്തോടെ അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. പറ, തരട്ടെ. അവന്റെ കൈകൾ അവിടെ വയറിലൂടെ ഇഴഞ്ഞു നടന്നു. താൽക്കാലം ഇപ്പൊ അവിടെ കാരിയിട്ട് എന്തെങ്കിലും ചെല്ലണം. സമയം എത്രയായിന്ന് വെച്ചിട്ടാ വിശന്ന് കൊടലേരിയുന്നു. ലച്ചു പറഞ്ഞു. അയ്യോ, 4 മണിയോ? ഇത്രയും സമയമായോ? എന്തായാലും വിളിച്ചില്ലല്ലോ. ഡെന്നി ക്ലോക്കിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതന്നെയാ ഞാൻ ആലോചിക്കുന്നത്. ഏതായാലും ഇച്ചായം ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കഴിക്കാടുത്ത് വെക്കാം. അവൾ മുടിവാരി കെട്ടിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിലും എന്റെ വേദൂട്ടിയുടെ അടുത്ത് നിൽക്കുമ്പോ വിശപ്പുണ്ടാകുമെന്ന് അറിയില്ല. അവൻ അവളെ പിടിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു. അയ്യടാ, ഇന്ന് മോൻ നല്ല പഞ്ചാരയിലാണല്ലോ, ആരും കേൾക്കണ്ട. ഈ ശരീരത്തിനുള്ള ഇത്രയും വലിയൊരു കാമുരുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ലച്ചു കളിയായി പറഞ്ഞു. ഓരോ ആണിന്റെ ഉള്ളിലും ഒരു കാമുരുണ്ട്, എത്ര പ്രായമായാലും ഒരു കോട്ടവും തട്ടാതെ. തന്റെ പ്രിയപ്പെട്ടവൾക്കായി സ്നേഹം ചൊരിയുന്ന ഒരു ഹൃദയവുമായി ഒരിക്കലും പറ്റാത്തൊരു ഹൃദയം. പുറമെ എത്ര കലിപ്പനായാലും താലി കെട്ടിയ പെണ്ണിന്റെ മുമ്പിൽ ആ മുഖം മൂടി അഴിഞ്ഞു വീഴും. അവിടെ അവൻ വെറും കൗമാരക്കാരനായ കാമുകനായി മാറും. അവിടെ മുമ്പിൽ ദേഷ്യപ്പെടും, ചിരിക്കും, കരയും, കൊഞ്ചും, കെഞ്ചും. ചില നേരത്ത് അവൾ അവൻ അമ്മയായി മാറും. ആൺപിള്ളേർ കരയുന്ന ആകെ സ്വന്തം പെണ്ണിന്റെ മുമ്പിലും കൂട്ടുകാരുടെ മുമ്പിലും മാത്രമാണ്. അത്രയ്ക്ക് പ്രിയപ്പെട്ടവരോട് മാത്രം അവർ മനസ്സുറക്കുകയുള്ളൂ. എടോടി കുറുമ്പി പാറും.
അവൻ അവളുടെ കവളിൽ ഉമ്മച്ചോട് പറഞ്ഞു. ഇപ്പൊ നീ എനിക്ക് എന്റെ കാമുകി, ചില നേരത്ത് നീ എന്റെ കുഞ്ഞാവും. അപ്പൊ ഞാൻ നിനക്ക് നെറ്റിയിൽ ഉമ്മ തരും, വാത്സല്യത്തോടെ. ചിലപ്പോൾ എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടം തോന്നും. അപ്പൊ എനിക്ക് ഈ കണ്ണിൽ ഉമ്മ വെക്കാൻ തോന്നും. ചില നേരത്ത് നീ എന്റെ കാമുകിയാവും. ആ സമയത്ത് ഇത് ഈ അധരങ്ങൾ എനിക്ക് സ്വന്തമാക്കാൻ തോന്നും. ഞാൻ താലി കെട്ടിയ ഭാര്യയാണെന്ന് തോന്നുമ്പോൾ ഈ കഴുത്തിൽ മുഖം പൊഴുത്തി ചുംബിക്കാൻ തോന്നും. പിന്നെ നിന്നിൽ നിന്ന് ഞാൻ വാത്സല്യം കൊതിക്കുന്ന സമയങ്ങളിൽ ഈ മാറിൽ മുഖം പൊഴുത്തി കിടക്കണം. ആ സമയത്ത് എനിക്ക് നിന്റെ മോനാവണം, ഡെന്നി ആർദ്രമായി പറഞ്ഞു. ലച്ചു അത്ഭുതത്തോടെ അവനെ നോക്കി. എന്താണ് ഇച്ചായന്റെ പേതൊട്ട് ഇങ്ങനെ നോക്കുന്നത്? അവൻ ചിരിയോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, അവൾ ചുമലുലുക്കിക്കൊണ്ട് പറഞ്ഞു. നീ കേട്ടിട്ടില്ലേ പെണ്ണെ, ഏതൊരു പുരുഷന്റെയും രണ്ടാമത്തെ അമ്മ അവൻ താലി കെട്ടിയ പെണ്ണാണ്. അതേപോലെ ഏതൊരു പെണ്ണിന്റെ ആദ്യത്തെ മകൻ അവളുടെ ഭർത്താവാണ്. ഡെന്നി അവളുടെ മൂക്കിൽ ചൂണ്ടുവിരൽ കൊണ്ട് തട്ടിക്കൊണ്ട് പറഞ്ഞു. ലച്ചു പെരുവിരലിൽ ഉയർന്നു പൊങ്ങി അവന്റെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. ഡെന്നി കണ്ണുകൾ അടച്ച ആ ചുംബനെ ഏറ്റുവാങ്ങി. കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം, ലച്ചു ചിരിയോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്നു. ഡെന്നിയുടെ കൈകൾ അവളെ തടഞ്ഞു. ടേബിളിൽ നിന്നും സിന്ദൂരച്ചേപ്പെടുത്ത് അവനൊരു നുള്ളു കുങ്കുമം അവളുടെ സീമന്തരേഖയിൽ പടർത്തി. ഇതിങ്ങനെ ചുവന്ന് കാണണം എന്റെ മരണം വരെ, അവൻ അവിടെ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ഇച്ചാന് കുഞ്ഞാണോ? ലച്ചു കുറുമ്പോടെ ചോദിച്ചു. ഓടി കാന്താരി, അവൻ അവളുടെ ചെവിയിൽ പിടിച്ചു. ലച്ചു ചിരിയോടെ അവന്റെ കൈകൾ തട്ടിമാറ്റി പടികൾ ഓടിയിറങ്ങി. ഡെന്നി അവിടെ ഓട്ടം കണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടെ ഫ്രഷാവാൻ കയറി. ഡെന്നി കുളിച്ചൊരു കാവിമുണ്ടും പനിയനൂട്ട് താഴേക്ക് ഇറങ്ങി. ലച്ചു അപ്പോഴേക്കും രണ്ടുപേർക്കും കഴിക്കാനുള്ള വിളമ്പി വെച്ചിരുന്നു. രണ്ടുപേരുടെ ഒരു പാത്രത്തിലേക്കിട്ട് ഡെന്നി അവളെ പിടിച്ച് അരികിലിരുത്തി. ഇന്ന് ഇച്ചായുടെ വേദൊടിക്ക് ഇച്ചായൻ വാരിത്തരാം, അവൻ അവളുടെ നേർക്കൊരു വായ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ലച്ചു നിറഞ്ഞ കണ്ണുകൾ അവനിൽ നിന്ന് മറക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ ഉരുള വാങ്ങി. ഡെന്നി അത് കണ്ടെങ്കിലും കാണാത്ത പോലെ നടിച്ചു. ആഹാ, ഒറ്റ കഴിക്കണോ? എനിക്ക് തരണമെന്നൊരു ചിന്തയില്ല പെണ്ണിന്, ഡെന്നി കുറുമ്പോടെ പറഞ്ഞു. അത് കേട്ടത് ലച്ചു ചിരിച്ചുകൊണ്ട് അവന് നേരെ ഒരു ഉരുള നീട്ടി. ഡെന്നി അത് വാങ്ങുന്നതിനൊപ്പം അവളുടെ കൈവിരലുകൾ നുകർന്നു. പരസ്പരം ഊട്ടിക്കൊണ്ട് അവരാ ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർത്തു. ലച്ചു പാത്രമെല്ലാം കഴുകി വന്നപ്പോഴേക്കും ഡെന്നി ഉമ്മറത്തേക്ക് നടന്നു. ലച്ചു എത്തിയപ്പോൾ അവൻ അവളെ മടിയിൽ പിടിച്ചിരുത്തി. ദൂരെ നിന്ന് നന്ദന്റെ കാറിൽ നടപ്പോൾ ലച്ചു ചാടി എഴുന്നേറ്റു. നല്ല മുതലുകളാണ് അതിന്റെ ഉള്ളിലുള്ള, വെറുതെ ഒരു ഭയം. നന്ദൻ കാർ നിർത്തിയും മിഴി ഓടിയിറങ്ങി. പപ്പേ, ഡെന്നിയെ വിളിച്ചുകൊണ്ട് അവൾ ഓടിയെടുത്തു. കുഞ്ഞാ, ഡെന്നി അവളെ എടുത്തു വരുത്തി വട്ടം കിറക്കി. പപ്പേന്റെ ഉവാവ് മാറിയോ? മിഴി അവന്റെ നെറ്റിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു. മാറിയില്ലോ, എന്റെ കുഞ്ഞിനെ കണ്ടപ്പോ എല്ലാം മാറി, അവൻ അവളുടെ കവിളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും കയ്യിൽ കുറെ കവറുമായി നന്ദനും ഗൗരി അകത്തേക്ക് കയറി. ലച്ചേച്ചി, ഐസ്ക്രീം ഉണ്ട്, വാ വേഗം കഴിക്കാം, അലയിൽ അലിയും. ഫ്രിഡ്ജിൽ വെക്കാനുള്ള ക്ഷമയില്ല, ഗൗരി ധൃതി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു വേഗം അവൾക്ക് പുറകെ പോയി. മിഴിയും ഡെന്നിയുടെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി ചാടിത്തുള്ളി അകത്തേക്ക് പോയി. എങ്ങനെയുണ്ട് നിന്റെ തലവേദന? ഉമ്മറത്തെ അരത്തുകൾ കയറിയുന്നുകൊണ്ട് നന്ദൻ ചോദിച്ചു. ആ, ഇപ്പൊ കുറവുണ്ട്, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റും മാറി, ഡെന്നി വിളിച്ചുകൊണ്ട് പറഞ്ഞു. സ്വാഭാവികം, മാറും. ദേ ഇവിടെ ഉള്ളവർ ഈ പടിയിടുന്ന നിന്റെ തലവേദന പമ്പടക്കും, നന്ദനൊരു ആക്കിയ ചിരിയോടെ പറഞ്ഞു. ഡെന്നി ഒന്നും പറയാതെ ചമ്മിനാറി നിന്നു. ആ കള്ളമാസറാണി, നീ തലവേദന പറഞ്ഞിരുന്നപ്പോ തന്നെ എനിക്ക് തോന്നി ഫസ്റ്റ് മോർണിംഗ് ആഘോഷിക്കാനുള്ള ആക്രാന്തമായിരിക്കുന്നു, നന്ദൻ അവന്റെ വയറിടിച്ചുകൊണ്ട് പറഞ്ഞു. മനസ്സിലായി അല്ലേ? ഡെന്നി വിളിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ നല്ലപോലെ മനസ്സിലായി, നിന്റെ ട്രോഫി ഇവിടുന്ന് മാറ്റിയ ചെലവാണ് മോനെ, ഒന്നും കാണാതെ ഈ നന്ദൻ ആർക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കില്ല, നന്ദൻ പറഞ്ഞു. ഡീൽ, രണ്ടുപേരും കൈയടിച്ചു. അപ്പോഴേക്ക് ഐസ്ക്രീം കൊണ്ട് പെൺപടകൾ വന്നു. പിന്നെ എല്ലാവരും കൂടി അത് പങ്കിട്ട് കഴിച്ചും കളിയും ചിരിയുമായി അവിടെ ഇരുന്നു. രാത്രി കുളക്കടവിൽ ഇരിക്കുകയാണ് ഡെന്നിയും നന്ദനും. രണ്ടുപേരുടെയും കയ്യിൽ ഓരോ ബിയർ ബോട്ടിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് ഓരോന്ന് സിപ്പ് ചെയ്ത് ആകാശത്തേക്ക് നോക്കി വാന നിരീക്ഷണം നടത്തുകയാണ്. അതിനു മാത്രം എന്താണെന്ന് നോക്കാനെന്ന് എനിക്കറിയില്ല. നന്ദാ, നിശബ്ദതയ്ക്ക് വിരാമിട്ടുകൊണ്ട് ഡെന്നി വിളിച്ചു. എന്താടാ? കൈയുള്ള ബോട്ടിൽ നിന്ന് സിപ്പ് ചെയ്തുകൊണ്ട് നന്ദൻ ചോദിച്ചു. നിനക്ക് ഒരിക്കൽ പോലും എന്നോട് ദേഷ്യം തോന്നിയിട്ടില്ലേ? ഡെന്നി അവന്റെ മുഖത്തോകാ ചോദിച്ചു. എന്തിന്? സംശയത്തോടെ നന്ദനെ നെറ്റി വിളിഞ്ഞു. വേദുവിന്റെ കാര്യത്തില്, ഡെന്നി പറഞ്ഞൊപ്പിച്ചു. സത്യം പറഞ്ഞാലുണ്ട്, അത് പക്ഷെ നീ അവളെ സ്നേഹിച്ചതിനല്ല, അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ല. അന്ന് ഞാൻ നിന്നോട് എന്റെ ഇഷ്ടം തുറന്നു പറയുമ്പോൾ നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സമാവില്ലായിരുന്നു, നന്ദൻ പറഞ്ഞു നിർത്തി. അന്ന് പക്ഷേ നിന്നോട് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റിയൊരു സാഹചര്യം, ഡെന്നി വാക്കുകൾ കിട്ടാതെ ഉള്ളൊരു കോപ്പിലെ സാഹചര്യം. അന്ന് നീ നിന്റെ തിരുവാതിര തുറന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. എനിക്ക് നീ അവളെ ഒരുപോലെ പ്രിയപ്പെട്ടതല്ലേടാ, നിന്റെ ഇഷ്ടം അറിഞ്ഞ പിന്നെ എന്റെ ഉള്ളിലുള്ള പറയാൻ തോന്നിയില്ലടാ, ഡെന്നി വിഷമത്തോടെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ എനിക്ക് അതാലോചിച്ചിട്ടല്ലേ നിന്നോട് ദേഷ്യം, നന്ദന് കുസൃതിച്ചിരിയോടെ പറഞ്ഞു. പിന്നെ? ഡെന്നി സംശയത്തോടെ അവനെ നോക്കി.
അന്ന് നീ നിന്റെ ഇഷ്ടം പറഞ്ഞെങ്കിൽ എന്റെ ആ കാന്താരിമുളകിന് എനിക്ക് അന്നേ കിട്ടിയെന്നെ. അപ്പൊ ഇത്രയും കാലം ഞങ്ങൾക്ക് പ്രേമിച്ച് നടക്കായിരുന്നു. എന്റെ എത്ര കൊല്ലാടാ വേസ്റ്റ് ആയത്. നന്ദൻ കളിയോടെ പറഞ്ഞു. പോടാ, ഞാൻ നിന്നോട് പണ്ടും പറഞ്ഞല്ലേ അവൾക്ക് നിന്നോടുള്ള ഇഷ്ടം. അന്ന് നിനക്ക് കേറിയില്ല. ഡെന്നി ബിയർ ബോട്ടിൽ വായിലേക്ക് അമിഴ്ത്തിയോട് പറഞ്ഞു. ശരിയടാ, അത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഇപ്പോ ഓരോ നിമിഷം അവിടെ കുറുമ്പും കുസൃതിയെല്ലാം ആസ്വദിക്കാൻ കൊതി തോന്നുന്നു. കുറുമ്പി. നന്ദൻ ഗൗരിയുടെ ഓർമ്മയിൽ ചിരിച്ചു. നിലാവിന്റെ വെളിച്ചത്തിൽ ഗൗരിയോടുള്ള പ്രണയത്താൽ തിളങ്ങുന്ന നന്ദന്റെ കണ്ണുകൾ കണ്ട് ഡെന്നി ഒരു ചിരിയോടെ പടവുകളിൽ കിടന്നു. അവന്റെ മുന്നിലപ്പോൾ മിഴിവോടെ ലച്ചുവിന്റെ രൂപം തെളിഞ്ഞു വന്നു. ഹലോ കുടിയൻസ്. പുറകിൽ നിന്ന് ശബ്ദം കേട്ടോ ഡെന്നി നന്ദനെ തിരിഞ്ഞു നോക്കി. ഒരു ചിരിയോടെ കൈകെട്ടി നിൽക്കുകയാണ് ഗൗരിയും ലച്ചുവും. കുടിയൻ നിന്റെ അച്ഛൻ, നന്ദൻ ഗൗരിയെ നോക്കി പറഞ്ഞു. വാദ്യരെ, എന്റെ അച്ഛനെ പറയാനുണ്ടല്ലോ. ഗൗരി ദേഷ്യത്തോടെ പടവുളിറങ്ങി ചെന്നു. പറഞ്ഞാ നീ എന്തിയടി കുട്ടി തേവാങ്കേ. നന്ദനും വിട്ടുകൊടുത്തില്ല. ഗൗരി ദേഷ്യത്തോടെ അവന്റെ പുറത്തിടിച്ചു. ആയ് നല്ല സുഖം, ഇപ്പുറത്തും കൂടി. നന്ദേട്ടന്റെ ഗൗരിക്കുട്ടിയല്ലേ, ഒന്ന് മസാജ് ചെയ്തടാ. നന്ദൻ അവളുടെ കൈ പിടിച്ച് അടുത്തിരുന്നുകൊണ്ട് പറഞ്ഞു. ഗൗരി ചിരിയോടെ അവന് തൊട്ടുമുകളിലായിട്ടുള്ള പടവിലിരുന്നു അവന്റെ തലയും തോളും മസാജ് ചെയ്യാൻ തുടങ്ങി. ഡെന്നിയും ലച്ചു അത് കണ്ടൊരു ചിരിയോടെ നോക്കിയിരുന്നു. ലച്ചുവും ഡെന്നി ഇരിക്കുന്നതിന്റെ തൊട്ടുമുകളിലുള്ള പടവിലായിട്ടിരുന്നു. ഡെന്നി അവളുടെ മേലേക്ക് ചാരി കിടന്നുകൊണ്ട് ബിയർ ബോട്ടിൽ സിപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ലച്ചുവിന്റെ കൈകൾ അവന്റെ കഴുത്തിലൂടെ വട്ടം ചുറ്റി പിടിച്ചു. പണ്ട് മുതലേ നന്ദനും ഡെന്നിയും ഇടയ്ക്കിങ്ങനെ കൂടാറുണ്ട്. അത് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. കുഞ്ഞിനെ തേടി ഡെന്നി ചോദിച്ചു. അമ്മായി കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞപ്പോ ചാടി തുള്ളിപ്പോയി. ഇന്ന് അവിടെ കൂടെ കിടക്കുന്നെന്ന് പറഞ്ഞു. ലച്ചു പറഞ്ഞു. രാത്രി കറിയോ? ഡെന്നി ആകുലതയോട് ചോദിച്ചു. ഏയ്, അവൾ ഇടയ്ക്ക് കഥ കേൾക്കാൻ മായമ്മയുടെ അടുത്ത് കിടക്കുന്ന, എഴുന്നേൽക്ക് മുന്നേ കൊണ്ടു കിടത്തിയാൽ മതി. ലച്ചു അവനെ സമാധാനിപ്പിച്ചു. ഡെന്നി ഒരു ചിരിയോടെ അവളുടെ കയ്യിൽ മുത്തി. നന്ദേട്ടാ, ഗൗരി കൊഞ്ചിക്കൊണ്ട് വിളിച്ചു. എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ. നന്ദൻ ചിരിയോടെ അവളെ തലയിരിച്ച് നോക്കി. പോ. ഗൗരി ചിണുങ്ങി. ഹ, നന്ദന്റെ കുട്ടി പറ, എന്താ കാര്യം? നന്ദൻ അവളെ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. അതേ, അതുണ്ടല്ലോ നന്ദേട്ടാ, ഈ ബിയറിന് എന്താ ടേസ്റ്റ്? എനിക്ക് ഇത്തിരി തരുമോ? ടേസ്റ്റ് നോക്കാൻ മാത്രം മതി, ഗൗരി വിളിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദേട്ടന്റെ മോൾക്ക് ഇതിന്റെ ടേസ്റ്റ് അറിയില്ലേ? നന്ദൻ തിരിഞ്ഞ് അവൾക്ക് അഭിമുഖമായിട്ടിരുന്നോട് ചോദിച്ചു. ഗൗരി നിഷ്കളങ്കമായി തോളുലുക്കി. നന്ദൻ അവളുടെ ചെവിയിൽ പിടിച്ച് തിരിച്ചു. സത്യം പറടി, നിനക്കറിയില്ലേ? ആ, ഈ നന്ദേട്ടൻ എന്താ? എനിക്കറിയില്ലെന്നേ. ഗൗരി ഇരുന്നിടത്തിരുന്ന് തുള്ളി. എടാ വീട, അവൾക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഡെന്നി പ്രശ്നം ഒതുക്കാൻ പറഞ്ഞു. പിന്നെ ബിയറിന്റെ ടേസ്റ്റ് പോലും അറിയാത്ത ഇള്ളക്കുഞ്ഞ്, നീ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? കോളേജിൽ നിന്ന് ട്രിപ്പ് പോയി പാതിരാത്രി ബിയർ അടിച്ച് പറ്റാനെ വിളിച്ച് പട്ടി മോങ്ങുന്ന പോലെ മോങ്ങിയവളാ ഈ ഇരിക്കുന്നത്. നന്ദൻ അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡെന്നിയിൽ വെച്ചു അന്തം വിട്ട് ഗൗരിയെ നോക്കി. നന്ദേട്ട് ചുമ്മാ പറയല്ലേ, ഞാൻ അങ്ങനെയൊന്നും. ഗൗരി വിക്കി. അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞില്ലെന്നാവും തമ്പുരാട്ടി പറയാൻ പോകുന്നു. എന്റെ കയ്യിൽ തെളിവ് സാധ്യതയുണ്ട്, കേൾക്കണോ? നന്ദൻ പുരികം പൊക്കിയും താഴ്ത്തിയും ചോദിച്ചു. ഗൗരി പതിരിക്കൊണ്ട് പറഞ്ഞു. ലച്ചുകൊണ്ട് ഇനി ഗൗരിയുടെ മുഖഭാവം കണ്ട് പൊട്ടിച്ചിരിച്ചു. ഇനി ടേസ്റ്റ് അറിയാതെ വേണ്ട. നന്ദൻ ചിരിയോടെ അവൾക്ക് ഇങ്ങനെ ബിയർ ബോട്ടിൽ നീട്ടി. ഗൗരി ചിരിയോടെ വേഗം അത് വാങ്ങി വായിലേക്ക് അമിഴ്ത്തി. ഓ, കുഞ്ഞുവാവ് ആദ്യമായിട്ട് ടേസ്റ്റ് നോക്കുന്നതാണെന്ന് കണ്ടാ പറയില്ല. നന്ദൻ അടുത്ത ബോട്ടിൽ പൊട്ടിച്ച് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. ഗൗരി അതൊന്നും മൈൻഡ് ചെയ്യാതെ കിട്ടിയ സാധനം കാര്യമാക്കാൻ തിരക്കിലായിരുന്നു. ഇച്ചായ, ലച്ചു ഡെന്നിയെ തോണ്ടി. എന്ത്, നിനക്കും വേണോ? ഡെന്നി അവളെ നോക്കി ചോദിച്ചു. ലച്ചു നാണത്തോടെ തലയാട്ടി. ഡെന്നി അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് ബിയർ ബോട്ടിൽ കൊടുത്തു. ലച്ചു ആദ്യമായതുകൊണ്ട് ഫസ്റ്റ് സിപ്പ് എടുത്തപ്പോൾ മുഖന്ന് ചുളിഞ്ഞു. പക്ഷേ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാത്ത പോലെ അവൾ വാശിയോടെ കുടിച്ചു. കളിയും ചിരിയുമായി അവരൊരു കേസ് ബിയർ തീർത്തു. ഒരു കുപ്പിയായപ്പോഴേക്കും ലച്ചുവും ഗൗരിയും ഫ്ലാറ്റ്. ഈച്ചായ, ലച്ചു നാക്കുഴഞ്ഞോണ്ട് വിളിച്ചു. നന്ദേട്ടാ, ഗൗരിയും വിളിച്ചു. ആ ബെസ്റ്റ്, രണ്ടിന്റെയും ഫ്യൂസ് പോയി തോന്നുവാനെ. ഇനി നിർത്തണ്ട, പൊക്കിക്കോ. ഡെന്നി മുണ്ട് മടക്കി കുത്തി എഴുന്നേറ്റോണ്ട് പറഞ്ഞു. നന്ദന് വേഗം എഴുന്നേറ്റ് ഗൗരിയെ പിടിച്ചു. നന്ദേട്ടൻ ഫിറ്റായോ? ബാ, എന്നെ പിടിച്ചോ, ഞാൻ കൊണ്ട് കിടത്താം. ഗൗരി നന്ദന്റെ മേലേക്ക് ചാഞ്ഞോട് പറഞ്ഞു. ആ, നിന്നെ താങ്ങി പോയിട്ട് വേണം രണ്ടും കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ. നടക്ക് പെണ്ണേ. നന്ദൻ ഗൗരിയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ചായ വാ, ഞാൻ എടുക്കാം. ലച്ചു അവന് നേരെ കൈ വിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡെന്നി അവളെ കുഞ്ഞുങ്ങളെ പോലെ എടുത്ത് ഓളിലിട്ടു. എനിക്ക് നന്ദേട്ടനെ എടുക്കണം. അത് കണ്ടതും ഗൗരി ചിനുങ്ങി. നന്ദൻ ഒരു ചിരിയോടെ അവളെടുത്ത് തോളിലിട്ടു. അങ്ങനെ അവനവന്റെ പ്രോപ്പർട്ടിയുമായി അവർ നടന്നു.